ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BJP കുറിച്ചാണ്. BJP തിരുവനന്തപുരത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 സീറ്റിനോട് അവർക്ക് വിജയസാധ്യത നല്ല രീതിയിലുണ്ട്. പക്ഷേ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ പോലെ ഇരിക്കും എങ്ങനെയാണ് വിജയമെന്നത്. കാരണം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ മിക്കവാറും പിടിച്ച് വട്ടിയൂർക്കാവ് നിർത്താൻ പോകുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു കണ്ടുപിടുത്തം മാത്രമായിട്ട് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതൊക്കെ പല രീതിയിലും പല വാർത്തകൾ വന്നിരുന്നു, അവരെ അറിയുന്ന പോലും കാണൂല ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ ശോഭാ സുരേന്ദ്രനെ വട്ടിയൂർക്കാവ് നിർത്തിക്കഴിഞ്ഞാൽ വിജയസാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% വിജയസാധ്യത ഉണ്ടെന്ന് പറയാം. കാരണം വട്ടിയൂർക്കാവിൽ ഇപ്പം തന്നെ 2000 സംതിങ് വോട്ടിങ്ങിൻ്റെ ഭൂരിപക്ഷം BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിർത്തിയ ശോഭാ സുരേന്ദ്രനെ എല്ലാ ഇലക്ഷനിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയോളം വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു 2000, 3000 അല്ലെങ്കിൽ 5000 വോട്ടോളം തന്നെ വർദ്ധിക്കാൻ വേണ്ടി എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരു വിജയസാധ്യത ഉണ്ടെന്ന് പറയാം. പക്ഷേ അവിടെ നിൽക്കുന്നത് ആരൊക്കെയാണ് നമ്മൾ നോക്കേണ്ടി വരും. അവിടെ കോൺഗ്രസ് നിൽക്കുന്നത് ആരെന്നറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, മുരളീധരനാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് CPM നിൽക്കുന്നത് നമ്മുടെ മേയർ ആയിട്ടുള്ള പ്രശാന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശാന്തിന് അവിടെ ഒരു കുഴപ്പമില്ലാത്തുള്ള രീതിയിലുള്ള ഒരു നാട്ടുകാരുടെ അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല മുരളീധരൻ അതിനേക്കാളും മുകളിലൊരു അഭിപ്രായമുണ്ട്. കാരണം മുരളീധരൻ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 7 കൊല്ലമായിട്ട് അവിടെ MLA ആയിരുന്നു. എന്നിട്ടാണ് പുള്ളി വടകരയിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല രീതിയിലുള്ളൊരു ജനസമ്മതിയുണ്ട്. പുള്ളി അവിടെ ഒരു ചെറിയ കല്യാണം വന്നാൽ പോലും പുള്ളി ആ കല്യാണം വീട്ടിൽ കാണുമെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുരളീധരൻ എന്ന് പറയുന്നൊരു പ്രത്യേക വികാരമാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, അവിടെ ശോഭാ സുരേന്ദ്രനെ കൂടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ അതൊരു നല്ല മത്സരമാവും. ചിലപ്പം പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് രണ്ടുപേരുടെ വോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ നിൽക്കുമ്പോൾ BJPക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ വിജയസാധ്യത ഉണ്ടെന്നും പറയാം. ചില സമയം ഇവർ രണ്ടുപേരിൽ ഒരാളിലോട്ട് വോട്ട് പോയി ചിലപ്പം മുരളീധരനിലോട്ട് വോട്ട് ചിലപ്പം പോകാതെ എല്ലാം പ്രശാന്തിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ശോഭാ സുരേന്ദ്രന് വിജയസാധ്യത കുറവാണ്. 100% ഉറപ്പില്ല, പറയാൻ പറ്റില്ല. കാരണം ആൾക്കാരുടെ മനസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിലും പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനെ ഏറ്റവും നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ്. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോൾ ആന്റണി രാജു ഇല്ല. ആന്റണി രാജു ഉണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രനാണ് നല്ല. കാരണം ആന്റണി രാജു നിന്ന് കഴിഞ്ഞ് 8 നിലയിൽ പൊട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ആന്റണി രാജു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിർത്താൻ വേണ്ടി ആരുമില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസ്, കേരള കോൺഗ്രസ് അങ്ങനെ എന്തോ ആണ് ആന്റണി രാജുവിൻ്റെ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരാളിനെയായിരിക്കും നിർത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് നിർത്താൻ സാധ്യതയുള്ള ശിവകുമാറിനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ശോഭാ സുരേന്ദ്രൻ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കൂട്ടിപ്പിടിക്കാം. ഉറപ്പായിട്ടും വിജയസാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നല്ലൊരു സ്ഥാനാർത്ഥി ബാക്കി 2 പാർട്ടിക്കും ഇല്ലാത്ത സാഹചര്യത്തിൽ BJPക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ അണികൾക്കിടയിൽ കിടന്നിട്ടുള്ള ഇപ്പോൾ ഈ സീറ്റിന് വേണ്ടിയുള്ള തർക്കം, ഇതൊക്കെ ഈ ചാനലുകാർ ഉണ്ടാക്കുന്ന വാർത്തയാണോ അതോ BJPക്ക് അകത്തുള്ള ഭിന്നതയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. ഇതൊക്കെ നമ്മൾ പല രീതിയിലും പല വാർത്തകളും ഇലക്ഷൻ സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. BJPക്കകത്ത് തമ്മിലടി, സീറ്റിലടി എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ പാർട്ടിക്കകത്തുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മാത്രമേ നിൽക്കുകയുള്ളൂ, ഇലക്ഷൻ വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ വേറൊരു സീറ്റ് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ നല്ല വട്ടിയൂർക്കാവ് വിടുന്ന സുരേന്ദ്രൻ നേരെ പോയല്ലോ, മഞ്ചേശ്വരത്ത് പോയി അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പാർട്ടി പറഞ്ഞാൽ അവർ കേൾക്കും. അങ്ങനെയാണ് അവരുടെ ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, തിരുവനന്തപുരത്ത് നേമത്ത് ഒരു 80% വിജയസാധ്യത ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരനുണ്ട്. കാരണം ശിവൻകുട്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ വീക്കാണ്. അത് മാത്രമല്ല കോൺഗ്രസ്സിലൊരു വീക്കായിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ തന്നെ കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും. പിന്നെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ UDF നിർത്തിയാലും രാജീവ് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും വിജയസാധ്യത കൂടുതൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ വന്നിട്ട് പോലും വെറും 4000, 5000 വോട്ടിനാണ് ശിവൻകുട്ടി ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ശിവൻകുട്ടി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ഈ BJPയുടെ അക്കൗണ്ട് നിയമത്ത് പൂട്ടിയതാണ്. അതിലൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് ഉറപ്പായിട്ടും വിജയസാധ്യത നല്ല 100% കാരണം അവിടെ ഒരു കമ്മ്യൂണിസ്റ്റിൽ അവിടെ LDFൽ നിൽക്കാൻ വേണ്ടി നല്ലൊരു സ്ഥാനാർത്ഥി നമ്മുടെ ആരെന്നറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പുള്ളിയെ നിർത്താനുള്ള സാധ്യത മുൻ മന്ത്രിയായിട്ടുള്ള നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ കേസുകളിലൊക്കെ പെട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളി നിർത്താൻ സാധ്യത വളരെ കുറവാണ്. അപ്പം വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ജോയിയൊക്കെ നിർത്താനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പോകുമെന്ന് അറിഞ്ഞൂടെ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ മുരളീധരന് സാധ്യതയുണ്ട്. ഈ 4 മണ്ഡലങ്ങൾ നല്ല രീതിയിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ വിജയസാധ്യതയുണ്ട്. പിന്നെ കാട്ടാക്കടയൊക്കെ കൃഷ്ണദാസിനൊക്കെ കൊടുക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. കൃഷ്ണദാസ് അവിടെ
പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ 4-5 മണ്ഡലങ്ങളെക്കുറിച്ച്, തിരുവനന്തപുരത്ത് വിജയസാധ്യതയുള്ള BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.